everyone, welcome to our channel Little Step Tiny Tips. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടിപ്സ് 2.5 വയസ്സ് ടു 3.5 വയസ്സായിട്ടുള്ള കുട്ടികളുടെ അമ്മമാർക്കായിട്ടാണ്. ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവർക്ക് അവരുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയേഴ്സ് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ തന്നെ സംസാരിക്കാത്ത കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾ അവർക്ക് സ്പീച്ചൊക്കെ കൊടുത്തതിന് ശേഷം ഒരു പഠിത്തത്തിന്റെ ലോകത്ത് കൊണ്ടുവരുമ്പോൾ ആദ്യം ഇംഗ്ലീഷ് ലെറ്റേഴ്സ് നമുക്ക് എങ്ങനെ കുട്ടിയെ പരിചയപ്പെടുത്താം എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും സ്റ്റാർട്ടിങ് തന്നെ ഒരു 4 ലൈൻ ബുക്ക് യൂസ് ചെയ്ത് കുട്ടിക്ക് വർക്ക് കൊടുക്കാൻ ട്രൈ ചെയ്യാം. എപ്പോഴും ഒരു ബുക്കിനകത്ത് തന്നെ കുട്ടിക്ക് അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഡ്രോയിങ് ബുക്കിനകത്തോ അല്ലെങ്കിൽ ഒരു 4 ലൈൻ ബുക്കിന്റെ നോട്ട്ബുക്കിനകത്തോ തന്നെ കുട്ടികൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക ആൽഫബറ്റ് ഫാമിലി. എന്താണ് ആൽഫബറ്റ് ഫാമിലി? അതിപ്പോൾ നമ്മൾ കുട്ടികൾക്ക് സ്റ്റോറി പറയുന്നത് പോലെ 2.5 വയസ്സായ കുട്ടീനോട് അല്ലെങ്കിൽ 3 വയസ്സായ കുട്ടീനോട് പറയുമ്പോൾ അവരത് ഉറപ്പായിട്ടും കേച്ച് ചെയ്യും. എന്നിട്ട് 3.5 വയസ്സ് 4 വയസ്സാകുമ്പോൾ കുട്ടി അത് ചെയ്യാനും ആ ആക്ടിവിറ്റീസ് പുറത്ത് കാണിക്കാനും ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ആൽഫബറ്റിന്റെ ലെറ്റേഴ്സ് ഇതുപോലെ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് ക്യാപിറ്റലും സ്മോളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. 2 വേ ഓഫ് ആൽഫബറ്റ് ഉണ്ട്, ക്യാപിറ്റലും സ്മോളും. അപ്പോൾ അത് എഴുതുന്ന രീതി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ ചെറിയ കട്ടിംഗ് ബോർഡിലോ ലെറ്റേഴ്സ് എഴുതിയിട്ട് നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും കുട്ടിക്ക് കാണാൻ പറ്റുന്ന കുട്ടി കിടക്കുന്ന ബെഡ്റൂമിലോ അവരുടെ വാളിൽ അത് സ്റ്റിക്ക് ചെയ്യുക. സ്റ്റിക്ക് ചെയ്യുമ്പോൾ അത് സെയിം ഓർഡർ ആയിട്ട് ചെയ്യാതെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ചെയ്യേണ്ട, അല്ലാതെ തന്നെ സ്റ്റിക്ക് ചെയ്യുക. അത് ഓരോ ലെറ്ററും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് പറയാൻ പറയാം. അത് ഓരോ കളറിൽ ടൈപ്പ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ എ റെഡ് കളർ ആണെങ്കിൽ ബി യെല്ലോ കളർ, അങ്ങനെ. അപ്പോൾ കുട്ടീനോട് പറയാം ലുക്ക് സോ മെനി കളേഴ്സ് ആർ ദെയർ, പ്ലീസ് സേ ദ കളേഴ്സ് നെയിം. ആദ്യം കുട്ടീനോട് ആ കളേഴ്സ് നെയിം ചോദിക്കുക. അതിനുശേഷം പറയാം ഓക്കെ ഹൗ മെനി ലെറ്റേഴ്സ് വിൽ മാച്ച് ദ റെഡ് കളർ. അപ്പൊ കുട്ടി നോക്കും റെഡ് കളറിൽ എത്ര ലെറ്റേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ലെറ്റർ നെയിം കുട്ടിയോട് പറയാം. അതുപോലെ തന്നെ പറയാം ഹൗ മെനി ലെറ്റേഴ്സ് ആർ മേക്കിംഗ് ദ യെല്ലോ കളർ. അപ്പൊ കുട്ടീനോട് അത് ആദ്യം കൗണ്ട് ചെയ്ത്, അപ്പൊ അവിടെ കുട്ടി കൗണ്ടിങ് പഠിക്കാണ്. 1 2 3 4. അപ്പൊ ആ പറയുമ്പോൾ ഫിംഗേഴ്സ് ഒന്ന് ഓപ്പൺ ടേക്ക് ഔട്ട് ചെയ്യാൻ പറയാം. 1 ദിസ് ഈസ് ദ ലെറ്റർ എ, റെഡ് കളർ ആണെങ്കിൽ എ 1. നെക്സ്റ്റ് ഇ 2. അങ്ങനെ ഓരോ ലെറ്റേഴ്സ് പറയുമ്പോഴും ഫിംഗേഴ്സ് ടേക്ക് ഔട്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് ആ ലെറ്റേഴ്സും കളറും പറയാൻ പറയാം. അപ്പൊ അതിലും കൂടെ കുട്ടി പഠിക്കുന്നത് കൗണ്ടിങ്, ലെറ്റേഴ്സ് നെയിം അതിന്റെ കളർ നെയിം. അപ്പോൾ 3 ആക്ടിവിറ്റി നമുക്ക് അതിൽ നിന്നും കുട്ടികൾക്ക് കൈ കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഓരോ ലെറ്ററും പഠിപ്പിക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് കൂടെ സ്റ്റിക്ക് ചെയ്യാൻ ട്രൈ ചെയ്യാം. ആദ്യം ലെറ്റേഴ്സ് മാത്രം ഒരു ഏരിയയിൽ കവർ ചെയ്യും. ഇപ്പൊ 2.5 വയസ്സായ കുട്ടിക്ക് A4 ആപ്പിൾ എന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഓൺലി ലെറ്ററിന്റെ ഐഡന്റിഫിക്കേഷൻ കൊടുക്കുക. അതിനുശേഷം കുട്ടി ലെറ്റേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് പിക്ചേഴ്സ് ബേസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ്, അതുപോലെ തന്നെ ഫോണിക് സൗണ്ട്. ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ കുട്ടിക്ക് ഫോണിക് സൗണ്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്മോൾ ലെറ്റർ പഠിപ്പിക്കുമ്പോൾ ഫോണിക് സൗണ്ട് കൊടുത്താൽ മതി. ആദ്യം കുട്ടിക്ക് ലെറ്റർ നെയിം ലോങ് സൗണ്ട് ആണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ലോങ് സൗണ്ട് ഓഫ് ദ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ലെറ്ററിന്റെ നെയിം ആണ്. ഷോർട്ട് സൗണ്ട് എന്ന് പറയുന്നത് അത് യൂസ് ചെയ്യുന്ന സൗണ്ട്സ്. അപ്പൊ നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ട ലോങ് സൗണ്ട്. നമ്മളിപ്പോ പിക്ചർ സ്റ്റിക്ക് ചെയ്യുമ്പോൾ എ ബി സി ഡി അങ്ങനെ പ്രോപ്പർ ആയിട്ട് ലെറ്ററിന്റെ നെയിം പറഞ്ഞു കൊടുക്കാം. ഉറപ്പായിട്ടും കുട്ടി ആദ്യം ലെറ്റർ നെയിം അറിഞ്ഞിരിക്കണം. അപ്പൊ കറക്റ്റ് നമ്മൾ പറയുമ്പോൾ എ ബി സി അങ്ങനെ നമ്മുടെ മൗത്തിന്റെ ആ ഒരു മൂവ്മെന്റ്സ് കുട്ടി വാച്ച് ചെയ്യുന്ന രീതിയിൽ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ലുക്ക് മൈ മൗത്ത് എന്ന് പറഞ്ഞിട്ട് കുട്ടി നോക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവണം എ ബി സി ഡി. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും. ആ ഒരു രീതിയിൽ തന്നെ കുട്ടീനെ കൊണ്ട് പറയിപ്പിക്കുക. അതിനുശേഷം സൗണ്ട്സ് കൊടുക്കാൻ ട്രൈ ചെയ്യാം. അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഇങ്ങനെ നമുക്കൊരു കാണാൻ. ഞാനിപ്പോൾ ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചർ വിത്ത് ലെറ്റേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ 26 ലെറ്റേഴ്സ് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്ത് നമ്മുടെ വോളിൽ സ്റ്റിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ നോട്ട്ബുക്കിൽ കുട്ടിക്ക് ഓറൽ വർക്കാണ് ആദ്യം കൊടുക്കുന്നത്. ആദ്യം തന്നെ ആരും റൈറ്റിംഗ് ചെയ്യാൻ ട്രൈ ചെയ്യാതിരിക്കുക. കുട്ടി ഓറൽ അറിഞ്ഞാൽ മാത്രമേ റൈറ്റിംഗ് ചെയ്യാൻ ഈസി ആവുള്ളൂ. അപ്പോൾ റൈറ്റിങ്ങിലോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ A to Z വരെ നിങ്ങൾക്കൊരു ബുക്കിൽ നോട്ട് ചെയ്യാം. ഞാനിത് നെക്സ്റ്റ് വീഡിയോയിൽ കുട്ടിക്ക് എങ്ങനെ ക്ലാസ് എടുക്കാം എന്നുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ പാരൻസ് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. നിങ്ങൾ ഇതുവരെയ്ക്കും പഠിപ്പിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഇങ്ങനെ തുടങ്ങാം. കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചു. കുട്ടിക്ക് ഇപ്പോൾ ഏകദേശം ലെറ്റർ അറിയാം. പക്ഷെ എങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കാം ദിസ് ഈസ് ലെറ്റർ എ, ക്യാപിറ്റൽ എ ആൻഡ് സ്മോൾ എ, ക്യാപിറ്റൽ എ ആൻഡ് സ്മോൾ എ. അങ്ങനെ ക്യാപിറ്റൽ എ സ്മോൾ
പറഞ്ഞിട്ട് അവരോട് തന്നെ ഈ ചാർട്ട് പേപ്പർ കാണിച്ചു കൊടുക്കുക. Look here, yes, capital A and small a. Please take the chart, then keep down എന്ന് പറഞ്ഞ് കുട്ടിയുടെ കയ്യിൽ അത് എടുത്ത് വയ്ക്കാൻ പറയും. അപ്പോൾ ക്യാപിറ്റൽ എ ബി വെച്ചു, എ ആൻഡ് സ്മോൾ എ വെച്ചു. അങ്ങനെ ക്യാപിറ്റൽ ബി സ്മോൾ ബി, അപ്പോൾ ക്യാപിറ്റൽ ബി സ്മോൾ ബി അത് കൊടുക്കാം. നെക്സ്റ്റ് അങ്ങനെ 26 ലെറ്റേഴ്സ് നമുക്ക് ഒരു ഡേ തന്നെ ഡെയിലി ആക്ടിവിറ്റീസ് ഒരു 2 വീക്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. 2 വീക്സ് സെയിം ആക്ടിവിറ്റീസ് തന്നെ ഈ ബുക്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ദിസ് ഈസ് എ ക്യാപിറ്റൽ ബി സ്മോൾ ബി, യു പ്ലീസ് ടേക്ക് ദ ചാർട്ട് പേപ്പർ ക്യാപിറ്റൽ ബി സ്മോൾ ബി, ദെൻ സ്റ്റിക്ക് ദെൻ വേർ, എന്നിട്ട് നമ്മുടെ വാള് കാണിച്ചു കൊടുത്തിട്ട് പ്ലീസ് ഫൈൻഡ് ഔട്ട് വേർ ഈസ് ദ ക്യാപിറ്റൽ ബി ആൻഡ് സ്മോൾ ബി, ലുക്ക് ആൻഡ് സേ വിച്ച് കളർ ഈസ് ദാറ്റ്. അപ്പോൾ കളർ ചോദിക്കുക, ലെറ്റർ ചോദിക്കുക. അങ്ങനെ ആക്ടിവിറ്റീസ് 2-3 വീക്സ് നമ്മൾ കണ്ടിന്യൂസ് കുട്ടിക്ക് കൊടുക്കുക. അപ്പോൾ കുട്ടിക്ക് ഏകദേശം ഒരു ലെറ്റർ കൺസെപ്റ്റ് കിട്ടും, ലെറ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഏത് ലെറ്റർ ആണ്, ഇത് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി, അങ്ങനെ. അതിനുശേഷം നമ്മൾ അതിനെ ബേസ് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമ്മളൊരു ബുക്കിൽ തന്നെ ഡ്രോ ചെയ്ത് വയ്ക്കുക. ദെൻ പറയാം, അവരോട് കളറിങ് കൊടുക്കാം. എ ക്യാപിറ്റൽ എ സ്മോൾ എ. അപ്പോൾ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചർ കാണിച്ചു കൊടുക്കാം. എ ഫോർ, എ ഈസ് ഫോർ ആൻഡ് ആപ്പിൾ, എ ഈസ് ഫോർ ആൻഡ് ആപ്പിൾ. ലുക്ക് ഹിയർ, യെസ് ദിസ് ഈസ് ആൻ ആപ്പിൾ. വാട്ട് ഈസ് ദീസ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ കുട്ടി പറയാൻ ട്രൈ ചെയ്യും. ദിസ് ഈസ് ആൻ ആപ്പിൾ. ഇപ്പോൾ കുഞ്ഞു കുട്ടിയാണെങ്കിൽ ഓൺലി ആപ്പിൾ എന്നായിരിക്കും പറയാം. അത് അക്സെപ്റ്റ് ചെയ്യാം, കാരണം കുട്ടി സിംഗിൾ വേർഡാണ് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ ഒരു 3 വയസ്സാകുമ്പോൾ ഉറപ്പായിട്ട് കുട്ടി പറയും ദിസ് ഈസ് ആൻ ആപ്പിൾ. എന്നിട്ട് കുട്ടീനോട് ഇത് കളർ ചെയ്യാൻ പറയാം. ഇൻസൈഡ് കവർ ചെയ്ത് നമുക്ക് കളറിങ് ആക്ടിവിറ്റീസ് കളറിങ് ഒരു പ്ലെയിൻ ബുക്കിൽ കൊടുക്കാം. അതിനുശേഷമേ ഇങ്ങനത്തെ ഇൻസൈഡ് കളറിങ് കൊടുക്കാൻ പാടുള്ളൂ. ആദ്യം കളർ ട്രെയിനിങ് കൊടുക്കണം. കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വെയിൽ കളർ കൊടുക്കാം. ദെൻ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ എ ഫോർ ആപ്പിൾ നമ്മൾ കുറച്ച് ലെറ്റേഴ്സ് ഇതിൽ മിക്സ് ചെയ്ത് എഴുതാം. അതിനുശേഷം കുട്ടീനോട് പറയാം പ്ലീസ് ഫൈൻഡ് ഔട്ട് ദ ലെറ്റർ ക്യാപിറ്റൽ എ ആൻഡ് സർക്കിൾ. ഇപ്പോൾ കുട്ടീനോട് ഇത് ചോദിക്കാം. ഓരോ കുട്ടിക്ക് ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചില കുട്ടികൾക്ക് അറിയില്ല, അവർ ഫുള്ളും സർക്കിൾ ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ ചോദിക്കാം ദിസ് ഈസ് എ, യെസ് ദിസ് ഈസ് ലെറ്റർ എ, പ്ലീസ് സർക്കിൾ. അപ്പോൾ കുട്ടി അവിടെ സർക്കിൾ ചെയ്യും. ദെൻ ചോദിക്കാം ദിസ് ഈസ് ലെറ്റർ എ, നോ ദിസ് ഈസ് നോട്ട് എ. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കാം നോ. അപ്പോൾ കുട്ടി പറയും നോ നോ ഡോണ്ട് സർക്കിൾ. നെക്സ്റ്റ് ലെറ്റർ നമ്മളങ്ങനെ ഓരോ ലെറ്ററും കുട്ടീനോട് ഷോ ചെയ്ത് നമ്മൾ പോയിന്റ് ചെയ്ത് ചോദിക്കുക. കാരണം കുഞ്ഞു കുട്ടികൾക്ക് അറിയില്ല. അത് നമ്മളൊരു 5 വർക്ക് ഒരു 5 ലെറ്റേഴ്സ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഈ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വേ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ ലെറ്ററും കുട്ടിക്ക് ഇങ്ങനെ ചോദിക്കുക. ദിസ് ഈസ് എൽ, ദിസ് ഈസ് ലെറ്റർ എ, നോ. അപ്പോൾ എ എന്ന് പറയുമ്പോൾ യെസ് തം ഫിംഗർ കാണിക്കുക. യെസ് പറയുമ്പോൾ സർക്കിൾ കൊടുക്കാൻ പറയാം. നോ പറയുമ്പോൾ ഡോണ്ട് യൂസ് യുവർ പോയിന്റർ ഫിംഗർ, ദെൻ സേ നോ. ദെൻ നോ ആണെങ്കിൽ ഡോണ്ട് സർക്കിൾ എന്നവിടെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ന്യൂ വേർഡ്സ് കുട്ടീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കുട്ടി നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടാവും. കുട്ടി അത് പിന്നെ ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ വേർഡ് പറയാൻ ട്രൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കളി. ഇപ്പോൾ എ ഫോർ ആപ്പിൾ എന്ന് നമ്മൾ പഠിപ്പിച്ച എ ഈസ് ഫോർ ആൻ ആപ്പിൾ. അപ്പോൾ ഇവിടെ ചോദിക്കാം സി ഫോർ ആപ്പിൾ, നോ. എ ഫോർ ആപ്പിൾ, ഡോണ്ട് കളർ. നെക്സ്റ്റ് A for apple, yes, this is an apple. Letter A. Okay, so please color the letter and picture. അപ്പോൾ കുട്ടീനോട് അത് കളർ ചെയ്യാൻ ഒരു 2 പിക്ചർ നമ്മൾ തന്നെ കൈ പിടിച്ച് ഹോൾഡ് ചെയ്തൊന്ന് കളറിങ് കൊടുക്കുക. അതിനുശേഷം കുട്ടി സ്വന്തമായിട്ട് അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊരു ബുക്കിൽ തന്നെ മാക്സിമം കുട്ടിക്ക് കൊടുക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ലെറ്റർ, അതുപോലെ നെക്സ്റ്റ് ലെറ്റർ, അങ്ങനെ 26 ലെറ്റേഴ്സും കുട്ടിക്ക് ബുക്കിൽ എഴുതി വിത്ത് പിക്ചർ ചാർട്ട് കൊണ്ടുവരിക, ലെറ്റർ ചാർട്ട്. ദെൻ നമ്മുടെ വാൾ പിക്ചേഴ്സ് എല്ലാം കാണിച്ച് അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിംസ് പോലെ കൊടുത്ത് ഇൻട്രസ്റ്റ് ആയിട്ട് കുട്ടിയെ പഠിപ്പിക്കാൻ ട്രൈ ചെയ്യുക. അങ്ങനെ ഒരു ദിവസം നമുക്ക് 2 ലെറ്റർ വെച്ച് കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാവുന്നതാണ്. 2 ലെറ്റർ കൊടുക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ്, അതുപോലെ തന്നെ സൗണ്ട്സ്, പിന്നെ ലെറ്റർ നെയിം ക്യാപിറ്റൽ സ്മോൾ നമ്മളത് പറഞ്ഞിട്ടിരിക്കണം. എങ്കിൽ തന്നെ കുട്ടി അത് പറയാൻ ട്രൈ ചെയ്യും. ദിസ് ഈസ് ക്യാപിറ്റൽ പിക്ചർ, ദിസ് ഈസ് സ്മോൾ പിക്ചർ, സ്മോൾ ലെറ്റർ. സോ അങ്ങനെ നമ്മൾ ട്രെയിനിങ് കൊടുത്തു വരുമ്പോൾ കുട്ടി ഒരു 2.5 അല്ലെങ്കിൽ ഒരു 3 വയസ്സിനുള്ളിൽ തന്നെ അക്ഷരങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ, ലെറ്റർ ഐഡന്റിഫിക്കേഷൻ പഠിച്ചു കഴിയും. ഇതേ വേയിൽ തന്നെ നമുക്ക് മാത്സ് കൊടുക്കണം, മാത്സിന് കൗണ്ടിങ്. അപ്പോൾ മാത്സിന്റെ വർക്ക് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഫോളോ ചെയ്യുക. അപ്പോൾ ഫോളോ ചെയ്തിട്ട് കുട്ടിയോട് തന്നെ പിന്നെ ഈ കാർഡൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എൻ്റെ കുട്ടിയോട് പറയാം ടേക്ക് എ, ഗിവ് മീ എ, then keep back C, where is the letter D,
take and give to your brother, take D letter, give to your brother, where is letter M, yes give me please M. അങ്ങനെ കുട്ടിയെ കൊണ്ട് കുറച്ച് ട്രെയിനിങ് ചെയ്യിപ്പിക്കുക. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുട്ടി ആൽഫബറ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വേ മനസ്സിലാക്കും. അതിനുശേഷം നമുക്ക് റൈറ്റിങ്ങിലോട്ട് പോകാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ദിവസം 2 ലെറ്റർ വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലെറ്റർ അതിൻ്റെ പിക്ചർ ബേസ് ചെയ്തിട്ടുള്ള വർക്ക്ഷീറ്റ് കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാം. ആക്ടിവിറ്റി ഷീറ്റ് കുട്ടിക്ക് എപ്പോഴും കാണിച്ചു കൊടുത്തിട്ട് ആ ഒരു സോങ് കുട്ടിക്ക് ഇപ്പോൾ ചുമ്മാ ലെറ്റർ നെയിം മാത്രം പറഞ്ഞിരിക്കുമ്പോൾ കുട്ടിക്ക് ബോറടിക്കാം. അപ്പം നമുക്കൊരു പാട്ട് പാടിയാലോ എന്ന് ചോദിക്കാം. എന്നിട്ട് പറയാം A for apple, A for ant, അങ്ങനെ പറഞ്ഞ് കുട്ടീനോട് ഒരു സോങ്ങിന്റെ രീതിയിൽ അത് പ്രസന്റ് ചെയ്യാം. അതുപോലെ തന്നെ B for ball and B for boy, B B B B B B എന്നിട്ട് കുട്ടിക്ക് അത് പറയാനുള്ള അവസരം കൊടുക്കാം. ഇനി 2 ലെറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ കുട്ടിക്ക് ഇപ്പോൾ ലെറ്റർ പറയുമ്പോൾ കുട്ടിക്ക് ബോറാവുന്നുണ്ട്. അപ്പം നമുക്ക് അത് ന്യൂ ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് സ്റ്റാൻഡിങ് ലൈൻ ഒരു സ്ട്രോക്സ് നമുക്ക് കുട്ടീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാം. ഇതിപ്പോൾ സ്റ്റാൻഡിങ് ലൈൻ. അപ്പോൾ കുട്ടിക്ക് സ്റ്റാൻഡിങ് ലൈൻ, start from red line, stop the blue line, straight line, will make standing line. അപ്പോൾ സ്റ്റാൻഡിങ് ലൈൻ പറഞ്ഞു കൊടുക്കാം. അതിനുശേഷം കുട്ടിക്ക് സ്റ്റാൻഡിങ് ലൈൻ എഴുതാനുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് പറയുമ്പോൾ സ്റ്റാൻഡിങ് ലൈൻ വരച്ചിട്ട് നമ്മൾ ആദ്യം ട്രേസ് ചെയ്ത് വയ്ക്കുക, ലൈൻ ട്രേസ് ചെയ്ത് വയ്ക്കുക. ദെൻ ട്രേസ് ഫസ്റ്റ് ഇതിനോട് ട്രേസ് ചെയ്യാൻ പറയാം. അത് കൈ ഹോൾഡ് ചെയ്തിട്ട് തന്നെ നമുക്കൊരു 2-3 പേജ് അങ്ങനെ ട്രേസിങ് കൊടുക്കാം. അതിനുശേഷം ഓൺലി വിത്ത് യു ദ 2 dots. ദെൻ അവരോട് പറയാം പ്ലീസ് ജോയിൻ ദ ഡോട്ട്സ്. അപ്പോൾ കുട്ടി സ്റ്റാൻഡിങ് ലൈൻ യൂസ് ദ ഡോട്ട്സ്, യൂസിങ് ദ ഡോട്ട്സ്. ദെൻ കുട്ടിയോട് പറയാം അത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. അപ്പോൾ സ്റ്റാർട്ട് ഫ്രം ദ ഫസ്റ്റ് ഡോട്ട് ഫ്രം റെഡ് ലൈൻ, ടച്ച് യുവർ പെൻസിൽ ദെയർ, കം ഡൗൺ, സ്റ്റോപ്പ് ദ ബ്ലൂ ലൈൻ. അങ്ങനെ പറഞ്ഞ് നമുക്ക് ഒരു ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് 2 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് അടുത്ത സ്ലീപ്പിംഗ് ലൈൻ, രണ്ടാമത്തെ ലൈൻ സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, 2 ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്കൊരു 5-6 ലെറ്റർ. പിന്നെ ഇതിനോടൊപ്പം നിങ്ങൾ റൈംസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. റൈംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റൈംസിനെ ബേസ് ചെയ്തിട്ടുള്ള പിക്ചർ കുട്ടിക്ക് കളർ ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ റൈംസിൻ്റെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ആക്ഷൻ കുട്ടി എപ്പോഴും റൈംസ് പാടുമ്പോൾ വിത്ത് ആക്ഷൻ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് ഇപ്പം മീനിങ് അറിയില്ല, റൈമിൻ്റെ മീനിങ് എന്താ, നമ്മൾ എന്താ പാടുന്നത്. അപ്പോൾ ആക്ഷൻ കാണിക്കുമ്പോൾ അതൊന്നും കുട്ടിക്ക് മനസ്സിലാവും, ഇതാണ് അതിൻ്റെ ആക്ഷൻ. ഇപ്പോൾ ബാബ ബ്ലാക്ക് ഷീപ്പ്, അപ്പം നമ്മൾ ആ ബ്ലാക്ക് ഷീപ്പിനെ കാണിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് കാണിച്ചു കൊടുക്കുക. അങ്ങനത്തെ എക്സാമ്പിൾ പറഞ്ഞ് റൈംസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാക്സിമം എല്ലാവരും ഫസ്റ്റ് ചെയ്യേണ്ടത് ആൽഫബറ്റ് ഫാമിലി, ഇൻട്രൊഡ്യൂസ് ദ ആൽഫബറ്റ് ഫാമിലി. ആൽഫബറ്റ് ഫാമിലി 26 ലെറ്റേഴ്സ് ഉണ്ട്. ആ 26 ലെറ്റേഴ്സ് നമ്മൾ 2 വേയിൽ എഴുതും, ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ലെറ്റർ. അപ്പോൾ ഇപ്പോൾ കുട്ടിക്ക് മനസ്സിലാക്കാനുള്ള പ്രായം ആയിട്ടില്ല എന്താ ക്യാപിറ്റൽ എന്താ സ്മോൾ. പക്ഷെ നമ്മളത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക, കുട്ടിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അവർ കറക്റ്റായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ ലെറ്റർ ക്യാപിറ്റൽ ആണെന്നും സ്മോൾ ആണെന്നും കുട്ടി ഓട്ടോമാറ്റിക്കലി പറയാൻ തുടങ്ങും. അതെല്ലാം നമ്മൾ പറയാം ഈ കുഞ്ഞല്ലേ, ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് എന്ത് കാര്യം, അവനതിനുള്ള പ്രായം ആയിട്ടില്ല, ഭയങ്കര ചെറുതാണ്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ പറയുമ്പോൾ പ്രോപ്പറായിട്ട് കറക്റ്റ് വേർഡിൽ, കറക്റ്റ് പ്രൊനൗൺസിയേഷനിൽ, കറക്റ്റ് വേയിൽ തന്നെ കുട്ടിക്ക് ടീച്ചിങ് കൊടുക്കാൻ ട്രൈ ചെയ്യാം. കറക്റ്റായിട്ടുള്ള ടീച്ചിങ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കറക്റ്റ് കുട്ടി ഓരോ ഏജും കവർ ചെയ്യുമ്പോൾ അവിടെ കറക്റ്റ് പ്രോപ്പർ വേയിൽ പോകും. അതെല്ലാം നമ്മൾ കൊടുക്കുന്ന പ്രാക്ടീസ് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോപ്പർ അല്ലെങ്കിൽ ആ കുട്ടി പഠിക്കാൻ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ ആ ഒരു ഡിലേ നമ്മളുടെ കുട്ടികളിൽ കൊണ്ടുവരാതിരിക്കാൻ എല്ലാ അമ്മമാരും ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാ റിലേറ്റീവ്സിനും 2.5 വയസ്സ് 3 വയസ്സായ കുട്ടികൾ നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രെയിനിങ് ചെയ്യാൻ ശ്രമിക്കുക. കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതിൻ്റെ ക്ലാസ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യുമ്പോൾ എങ്ങനെ പഠിപ്പിക്കാം എന്നതിനെക്കുറിച്ചും ഒരു ഐഡിയ കിട്ടും. അത് വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങനത്തെ ഒരു ട്രെയിനിങ് കൊടുക്കാൻ ട്രൈ ചെയ്യും. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.